ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ യുവാക്ക് വേണ്ടി ക്യാരി ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നിട്ട് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് 2-3 കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് ഇവരെ യാത്രയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഏറ്റവും ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ സ്നാഗിയാണ്. അതൊരു 4 എണ്ണം ഞാൻ കൈ പിടിക്കും. അപ്പോൾ മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ വൈപ്സാണ്. വൈപ്സ് ഇല്ലാതെ നമുക്ക് എങ്ങോട്ടും പോകാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഒരു ടവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൂത്രമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അവിടെ നനഞ്ഞിരിക്കുവാണെങ്കിൽ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടവലാട്ടോ അത്. ഇത് ഡെക്കാത്തോളിൽ നിന്ന് വാങ്ങിയ ടവലാണ്. ഭയങ്കര സോഫ്റ്റാണ് മെറ്റീരിയൽ. പിന്നെ ഒരു ടർക്കിയാണ്. ഇപ്പോൾ ടർക്കിയുടെ ആവശ്യമൊന്നുമില്ല, ആൾ നടക്കുന്ന പ്രായമായി. എന്നാലും ചുമ്മാ ഒരു ടർക്കി കയ്യിൽ പിടിക്കും. എന്തെങ്കിലും ഒരു ഛർദി എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് നമ്മൾ ടർക്കി. അത് വളരെ സോഫ്റ്റായിട്ട് വളരെ ചെറുപ്പത്തിൽ ഇവ ഉണ്ടായ സമയത്ത് വാങ്ങിയതാട്ടോ. പിന്നെ ഒരു 2 ജോഡി ഡ്രസ്സ്, അത് എപ്പോഴും കരുതണമല്ലോ. കുട്ടികളെല്ലാം എല്ലാവരും യാത്രയ്ക്ക് പോകുമ്പോൾ കരുതുന്നതാണ്. അതുപോലെ തന്നെ 2 ജോഡി ഡ്രസ്സ്, ഇവ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് അല്ലാണ്ട് 2 ജോഡി ഡ്രസ്സ് ചുമ്മാ കയ്യിൽ പിടിക്കും, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് ഒരു ബനിയനും ഒരു ലെഗിൻസും പിന്നെ അതുപോലെ തന്നെ ഒരു ഉടുപ്പുമാണ് കേട്ടോ. പിന്നെ വെള്ളം മസ്റ്റാണ് ബിഗിലെ. അതുപോലെ തന്നെ അത് ബേബി ഹഗിൽ നിന്ന് വാങ്ങുന്ന ഒരു വാട്ടർ ബോട്ടിലാണ്. ഇത് എൻ്റെ നാത്തൂൻ ഈവയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നല്ല ബോട്ടിലാണ്. ഈവയാണെങ്കിൽ ഇപ്പോൾ വലിച്ചു കുടിക്കുന്ന പ്രായമായതുകൊണ്ട് നല്ല ഉപകാരമാണ് ആ കുപ്പി കൊണ്ട്. പിന്നെ ഇതൊരു പുഡിങ്ങാണ്. ഈ പുഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈവാക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് കഴിക്കാറ്. എന്നാലും ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഹോസ്പിറ്റൽ കേസിനൊക്കെ പോകുന്നതുകൊണ്ടേ എന്തെങ്കിലും ഭയങ്കരമായ കരച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് കൈ പിടിച്ചേക്കണം കേട്ടോ. ഇതൊരു വേഫറാണ്. ഇതൊക്കെ ചുമ്മാ കൈ പിടിച്ചെന്നുള്ളൂ. പിന്നെ ഇവിടെ സ്നാക്കായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബിസ്ക്കറ്റ് പിന്നെ വേഫർ ഞാൻ പൊടിച്ച് വെച്ചേക്കണേ കേട്ടോ. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ കൊടുക്കാറില്ല. മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളായിരിക്കും കഴിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. അതായത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് വിശന്നാലോ അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ അവളിത് കഴിച്ചോളും. അങ്ങനെ കഴിച്ച് കുറേ നേരമൊക്കെ ഇരുന്നോളും. അപ്പോൾ അതാണ് കഴിക്കാൻ കൊണ്ടുപോകുന്നത്. പിന്നെ ഇതൊരു ക്യാൻഡിഡിൻ്റെ പൗഡറാണ്. ഇത് ഇവർക്ക് ചില സമയത്ത് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ആസ്ട്രലുള്ള ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഒരു പൗഡറാണ്. അപ്പോൾ ഞാനത് ചുമ്മാ കയ്യിൽ പിടിക്കും. കാരണം നമ്മൾ ലോങ് ജേർണി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് സ്നാഗി മാറാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായാലോ എന്നോർത്ത്, എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലോ എന്നോർത്ത് കൈ പിടിക്കുന്ന കേട്ടോ. പിന്നെ ഇതൊരു ക്രീമാണ്. ഇവക്ക് ചെറിയ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കിന്നിൽ പറ്റാനുള്ളൊരു ക്രീമാണ്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇച്ചിങ് കാണുവാണെങ്കിൽ ആ സമയത്ത് പറ്റാനായിട്ട് ഞാൻ ഈ ഓയിൽമെൻറ്റ് എപ്പോഴും കയ്യിൽ കരുതും. പിന്നെ ടവൽ നമ്മളെല്ലാവരും കൊണ്ടുപോകുന്നതാണ്. 2 ടവൽ എടുക്കും, ഒന്ന് ചെളിയായി ഒന്ന് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ ഓർക്കും ഇതെന്താ ഈ ഹോസ്പിറ്റലിൽ വരെ പോകുന്നതിന് ഇതെന്തിനാ ഇത്രയും കളിപ്പാട്ടങ്ങൾ എന്നൊക്കെ ഓർക്കും. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് ഒരു കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ അതിനോട് വലിയ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പല കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബ്രഷാട്ടോ. അത് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ചെറിയൊരു ബ്രഷാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. അപ്പോൾ ഇഷ്ടമുള്ള എന്താണോ അതാണ് ഞാൻ ക്യാരി ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അല്ലാണ്ട് ഒരുപാട് വലിയ കളിപ്പാട്ടങ്ങളൊന്നുമല്ല. ഇത് കുഞ്ഞു കളിപ്പാട്ടങ്ങളാണ്. ഇതൊക്കെ മാറി കൊടുക്കും. എല്ലാ കളിപ്പാട്ടങ്ങളും എപ്പോഴും യൂസ് ചെയ്യുന്നില്ല ആൾ. അപ്പോൾ ഒന്ന് വേണ്ടാന്ന് പറയുമ്പോൾ ഒന്ന്, അങ്ങനെ മാറ്റി കൊടുക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും ഇത് ഇത്തിരി ഓവറല്ലേന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇത് കുട്ടികളുടെ വാശിയിൽ നിന്ന് എങ്ങനെ അവരെ പിന്തിരിപ്പിക്കാം എന്ന കുറച്ച് മാർഗ്ഗങ്ങൾ എൻ്റേതായ രീതിയിൽ ഞാൻ കണ്ടേക്കുന്നതാണ്. അപ്പോൾ പല സാധനങ്ങളൊക്കെ കൊണ്ടുപോയി പല സാധനങ്ങളൊക്കെ കാണിക്കും, എന്നാലും വാശി കാണിക്കും. പിന്നെ ഇത് നല്ലൊരു ബാഗാണ് കേട്ടോ. ഈ ബാഗിൻ്റെ കഥ പറയാനാണെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടപ്പോൾ ഈ വാക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തൊരു ബാഗാണ്. ആൾ അയർലൻഡിലാണ്. അപ്പോൾ അവിടെ നിന്ന് കൊടുന്നൊരു ബാഗാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗാണ്. നല്ലൊരു ബാഗാണ് കേട്ടോ. കൊണ്ടുപോകാൻ ക്യാരി ചെയ്യാനൊക്കെ പറ്റിയൊരു ബാഗാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കള്ളിയാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ മിക്കി മൗസിൻ്റെ ഒരു ചെറിയ പ്രൈസ് ചെയ്തിട്ടുള്ള ടാഗ്, അത് ഞാൻ കളഞ്ഞില്ല കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. എനിക്ക് അങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മിനി എന്നാണ് അതിൻ്റെ ബ്രാൻഡ് നെയിമൊക്കെ. എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ ഭയങ്കര സോഫ്റ്റാണ് ബാഗ്. ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. കുറേ സാധനങ്ങളൊക്കെ ഒരുപാടൊന്നും കൊണ്ടില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഹോസ്പിറ്റലിൽ കയറാൻ നേരത്ത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ വെക്കുകയൊക്കെ ചെയ്യാം. അത്യാവശ്യം സ്പേസുള്ള ഒരു ബാഗാണ് കേട്ടോ.
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബാഗ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ബാഗാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് എൻ്റെ കയ്യിലൊരു ഹാൻഡ് ബാഗ് ഉണ്ടാവും, അതിനകത്തായിരിക്കും കുറച്ച് സാധനങ്ങൾ ഈ ബാഗിലും ആയിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇപ്പോൾ ബാക്ക് ഇടുന്ന ആ വള്ളിയാണെങ്കിലും നല്ല ബലമൊക്കെ ഉണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. നല്ല സോഫ്റ്റായിട്ട് ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടിയാണ്. ഇനി നമുക്ക് ബാഗിലേക്ക് ഓരോന്നായിട്ട് വെക്കാം. അപ്പോൾ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുഞ്ഞു കളിയിൽ ഞാനിങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ ആട്ടോ വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ കാണാനും ഭയങ്കര ക്യൂട്ടാണ്. അതൊരു കുട്ടിയുടെ ബാഗാണ്, അതൊരു ബേബിയുടെ ബാഗാണെന്ന് നമുക്ക് തോന്നും അല്ലേ, കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ വയ്ക്കുമ്പോൾ. പിന്നെ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് എടുക്കാം. പെട്ടെന്ന് എന്തെങ്കിലും ഒരു കരച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വാശി കാണിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് എടുത്തു കൊടുക്കാം എന്ന രീതിയിലാട്ടോ ഞാൻ ഈ ഫ്രണ്ടിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഇതൊക്കെ ഓരോരോ ടെക്നിക്കുകളാണ്. പിന്നെ പൊതുവെ ചെറിയ ട്രിപ്പുകൾക്കൊക്കെ പോകുമ്പോൾ ഈ വാക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയാട്ടോ. ഇല്ലാതെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്നാക്സിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരാം, അല്ലെങ്കിൽ ഡ്രസ്സിൽ വലിയ വ്യത്യാസം വരാം എന്നല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ വാക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ഓരോന്നും. പിന്നെ ഈ വാക്ക് വേണ്ട സാധനങ്ങളൊക്കെ സാധാരണ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം തന്നെയാണ് ഞാൻ എല്ലാം റെഡിയാക്കി വെക്കുന്നത്. കാരണം പിറ്റേ ദിവസത്തേക്ക് ഞാൻ അങ്ങനെ ഒന്നും വെക്കാറില്ല. കാരണം ഇവയുടെ കാര്യങ്ങൾ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ തലേ ദിവസം തന്നെ എല്ലാം ഞാൻ എടുത്ത് പാക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം വെക്കും. അതിൽ വെള്ളമൊക്കെ ആ സമയത്ത് ബോട്ടിലൊക്കെ നിറയ്ക്കുകയുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും സ്നാക്കൊക്കെ ചിലപ്പോൾ ആ സമയത്തായിരിക്കും റെഡിയാക്കുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ തലേ ദിവസം എല്ലാം റെഡിയാക്കി പാക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ നമ്മുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞൊരു സജഷൻ എന്ന് പറയുന്നത് എൻ്റെ സൗണ്ടിൻ്റെ കാര്യമാണ്. കുറച്ച് കട്ടി കൂടുതലാണ് സൗണ്ടിനെന്ന് കുറച്ച് പേര് പറഞ്ഞിരുന്നു. പക്ഷേ അത് എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് മാറ്റാനായിട്ട് ശ്രമിക്കാം. പിന്നെ ശരിക്കും ഈ പാക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാളെ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഡ്രസ്സാണ് സാധാരണ ഞാൻ ഈ ബാഗിൽ വെക്കാറുള്ളൂ. ബാക്കി ഞാൻ വേറൊരു ബാഗിലേക്ക് മാറ്റും ഹോസ്പിറ്റലിൽ ചെല്ലാൻ നേരം. അങ്ങനെ യാത്രയ്ക്ക് പോകാനുള്ള ഇവയുടെ ബാഗ് റെഡിയായി. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.